السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പുണ്യമായ ബറാഅത്ത് രാവിലേക്ക്, പരിപാവനമായ ബറാഅത്ത് രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ബറാഅത്ത് രാവിൻ്റെയും ഇതിന് ശേഷമുള്ള സമയങ്ങളുടെയും മുഴുവൻ പുണ്യങ്ങളും നേടാൻ കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹുമെല്ലാം നമുക്ക് ചൊല്ലി ആ ബറാഅത്ത് രാവിൻ്റെ മുഴുവൻ പുണ്യങ്ങൾ നേടാനും ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശ്രമിക്കാം. അതിന് കുറച്ച് ദിക്റും സ്വലാത്തും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ ചൊല്ലി അവസാനം ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ബറാഅത്ത് രാവിലും അതുപോലെ വരുന്ന പകലിലുമൊക്കെ നമുക്ക് ബറാഅത്തിൻ്റെ രാവിലും പകലിലും ഒക്കെ ചൊല്ലേണ്ട അതിശ്രേഷ്ഠമായ ദിക്റുകളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ബറാഅത്ത് രാവിലും പകലിലൊക്കെ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരും മുൻഗാമികളൊക്കെ പറഞ്ഞ, അവരൊക്കെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് ആപത്തുകളെ തൊട്ട് തടയപ്പെടുന്ന, ഒരുപാട് ജീവിതത്തിൽ നമുക്ക് വരുന്ന ആപത്തുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്നെല്ലാമുള്ള വലിയ കാവൽ കിട്ടുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ, ഇസ്മുൽ ആളം അടങ്ങിയ ഒരു ചെറിയൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. പരിശുദ്ധമായ പരിപാവനമായ ഈ ബറാഅത്ത് രാവിലും പകലിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യമാണ് മുൻഗാമികൾ നമ്മളോട് ഇത് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 100 പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. يا حي يا قيوم برحمتك أستغيث. 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 يا حي يا قيوم
برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന ഒരു ദിക്ർ നമുക്ക് ബറാഅത്ത് രാവിൻ്റെ അന്നും പകലിൻ്റെ അന്നും മാത്രമല്ല ജീവിതകാലം മുഴുവനും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ നേട്ടമാണ്. ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ്, അവർക്കൊക്കെ ഖൈറായ നല്ല പ്രസവമുണ്ടാവാൻ,
മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളുണ്ടാവാൻ, മക്കളുണ്ടായിട്ട് മക്കൾ നന്നാവാൻ ദ്വാരക്കുന്നവരുണ്ട്, ആ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ. അതുപോലെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, കടങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ കരളിന് പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നം, ഇതുപോലെ 100 പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ഏറ്റവും വലിയ ഒരു ദിക്ർ, ഏറ്റവും വലിയൊരു ദിക്ർ, സ്വർഗത്തിൻ്റെ നിധിയാണെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. ഈ ഒരു ദിക്ർ 100 പ്രാവശ്യമാണ് പറയാൻ മഹത്തുക്കൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ദിക്ർ പറയുകയാണ്. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ വീഡിയോയ്ക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. വേറൊന്നുമല്ല,
ഒരാഴ്ച മുമ്പ് ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അർത്ഥസഹിതം പറയുന്നൊരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്, പിന്നെ ഇത് തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം. കാരണം ഒരുപാട് പേര് അൽഹംദുലില്ലാ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റായി എഴുതിയവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്, ഉസ്താദ് പല സമയത്തും പല നിസ്കാരത്തിലും ഞങ്ങളിത് ശ്രദ്ധിക്കാറ് പോലുമില്ല, പക്ഷേ ഉസ്താദ് പറഞ്ഞപ്പോൾ, ആ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ നിസ്കാരത്തിലെ തെറ്റുകളൊക്കെ പരിഹരിച്ചിട്ട് റമദാനിലൊക്കെ നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കണം. നമ്മൾ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം തന്നെ ജനിച്ചത് മുതലേ നമ്മൾ വജ്ഹത്ത് ഓതുന്നവരാണ്, അല്ലേ, ഫാത്തിഹ ഓതുന്നവരാണ്. അതുപോലെ തന്നെ സുബ്ഹാൻ റബ്ബിൽ അലാ വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിൽ അലീം വബിഹംദിഹി, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം വല്ലതും അറിയോ? അർത്ഥം അറിയാതെ ചുമ്മാ അടിച്ചുവിടുക, അല്ലേ? അപ്പോൾ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പറ്റിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിസ്കാരത്തിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കാണണമെന്ന് പറയുന്നത്. നിസ്കാരത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ വരുത്തുന്ന പല തെറ്റുകളും എങ്ങനെ തിരുത്തണമെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വീഡിയോ തുടർന്ന് കാണാം. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ അല്ലാഹുവിലേക്ക് ഒരുപാട് ദുആ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ആദ്യമായി ദുആ ചെയ്യുമ്പോൾ പറയേണ്ടത് അല്ലാഹുവേ തെറ്റുകൾ എനിക്ക് പൊറുക്കപ്പെട്ട് തരണം എന്നാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെല്ലാം, അത് ലക്ഷക്കണക്കിന് തെറ്റുകളാണെങ്കിലും കോടിക്കണക്കിന് തെറ്റുകൾ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു അത്ഭുത ദിക്റാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ബറാഅത്ത് രാവിലും പകലിലും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടിക്കണക്കിന് പാപങ്ങൾ പുറത്തു കിട്ടുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ, ഒരു തസ്ബീഹ്. ഏതാണത്? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറയുക. അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു അത്ഭുത ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ബറാഅത്തിൻ്റെ രാവിലും പകലിലൊക്കെ ഈ ഒരു ദിക്ർ 70 വട്ടമെങ്കിലും ചൊല്ലണമെന്നാണ്. നമുക്ക് ഈ ഒരു ദിക്ർ ഒരു 70 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين.
اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين
اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله
برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അറിയാവുന്ന ഏത് സ്വലാത്തും ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിൻ്റെ അന്നും പകലിൻ്റെ അന്നും ഒക്കെ നമുക്ക് പറയാം. അറിയാവുന്ന ഏത് സ്വലാത്തും പറയാം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലും അവിടുത്തെ സ്വഹാബാക്കളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്തും സ്വലാമും ചൊല്ലിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക. ഈ ഒരു സ്വലാത്ത് 100 പ്രാവശ്യം പറയണമെന്നാണ്, 100 തവണ പറയണമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
وعلى آله وصحبه وسلم اللهم صل على محمد 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 وعلى آله وصحبه
وصحبه وسلم اللهم صل على محمد وعلى آله 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 وصحبه وسلم അൽഹംദുലില്ലാ നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ ഈ ഒരു സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇതുപോലുള്ള ഇൽമിൻ്റെ മജ്ലിസിൽ, ഈ ദിക്റിൻ്റെ മജ്ലിസിൽ, സ്വലാത്തിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അർഹമുർ റഹീമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒറ്റക്കും കൂട്ടായും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. ഞങ്ങൾ ഏറ്റുപറയുകയാണ്. എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാർ, ഭാര്യമാർ, അതുപോലെ ഭർത്താക്കന്മാർ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ബറാഅത്തിന്റെ സുന്ദരമായ രാവാണല്ലോ, അതുപോലെ തന്നെ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരു ദിക്റിന്റെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. ഈ ബറാഅത്തിന്റെ പുണ്യം മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ, ഈ പുണ്യമായ ബറാഅത്ത് രാവിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് ഈ ബറാഅത്തിന്റെ രാവിൽ മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. ഈ ബറാഅത്ത് രാവിന്റെ പുണ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ റഹ്മാനെ. പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഈ ബറാഅത്ത് രാവിൽ എന്തെല്ലാം നന്മകൾ ചെയ്താൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ കിട്ടുമോ അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ, സൂറത്ത് യാസീനുണ്ട്, സൂറത്ത് ദുഹാനുണ്ട്, മറ്റ് സൽക്കർമ്മങ്ങളുണ്ട്, എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, ഞങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ആക്കല്ലേ റഹ്മാനെ. കരള് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നീ ഖുവ്വത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഇനി നിന്റെ ഖളായിൽ ഞങ്ങൾക്ക് മരണം അടുത്താണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് ആരോടും പിണക്കമില്ലാതെ നല്ല സ്വാലിഹായ മരണം, സ്വാലിഹായ ആളുകൾ മരിക്കുന്നത് പോലെയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. രോഗികളായ ആളുകളുണ്ട്, അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ ദുആ വസിയത്ത്, അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഒരുപാട് സാലറികൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് ദുആ രക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ പ്രതിസന്ധി നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ശഅബാന് ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. വരുന്ന റമദാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതുവഴി സ്വർഗത്തിൽ കടക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. മാനസികമായ പ്രയാസങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ എല്ലാം നീ മാറ്റി സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാണ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. SSLC പരീക്ഷയുണ്ട്, +1, +2, അതുപോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ, വലിയ ക്ലാസ്സുകൾ, ഡിഗ്രി, എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾക്ക് നീ ബുദ്ധി കൊടുക്കണേ അല്ലാ, ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാ. അല്ലാഹു പടച്ചവനെ, പഠിച്ചതൊക്കെ ഓർമ്മയിൽ വെച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, മക്കളിലുള്ള ദുശീലങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് വാശിയുള്ളവരുണ്ട്, അതുപോലെ മയക്കുമരുന്നിന് അടിമകളായവർ, അതുപോലെ തന്നെ മോശത്തരത്തിന് അടിമയായവർ, മൊബൈലിന് അഡിക്റ്റ് ആയവർ, റഹ്മാനെ എല്ലാവിധത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് സ്ഥിരമായി കേൾക്കുന്ന, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. എല്ലാവരുടെയും എല്ലാ ദുആ വസിയത്തുകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവെ, പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവെ, നിന്റെ ഖൈർ എന്താണോ അത് ഞങ്ങൾക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച് ബറാഅത്തിന്റെ രാവിലും പകലിലുമൊക്കെ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തവരാണ്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഒരുപാട് പേര് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലാണ്. അവർക്കെല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് ക്യാൻസർ രോഗികളാണ്, മറ്റു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ റബ്ബേ, എല്ലാവർക്കും ഞങ്ങൾക്കും അവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട്, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ
അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. അല്ലാഹു ഇന്ത്യ മുസ്ലിമീങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ ഒരുപാട് ദുആരക്കുന്നു റബ്ബേ പടച്ചവനെ. ഒരുപാട് ഞങ്ങൾ ഇബാദത്ത് ചെയ്തു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുആഇൻ്റെ ഈ ദിക്റിൻ്റെ ഒക്കെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ ഹിഫാദത്ത് നൽകണേ അല്ലാ. പറ്റിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്, അതിനെ തൊട്ട് കാക്കണേ അല്ലാ. വഞ്ചിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ പൈസ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമായ പൈസയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മറ്റുള്ളവർ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പൈസ കൊണ്ടുപോകുന്ന, ഞങ്ങളുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. ഒരുപാട് പേര് ഗതികേട് കൊണ്ട് റബ്ബേ ബാങ്ക് ലോൺ എടുത്തവരാണ്, അതടക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. അതുപോലുള്ള അവസ്ഥകൾ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ റഹ്മാനെ. സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായിട്ട് നീ അത് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രത്യേകിച്ച് ബറാഅത്ത് രാവിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി വരുന്ന വർഷങ്ങളിൽ നല്ല സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ചതികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജിസിക്കിൽ നീ വിശാലത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മരണം എപ്പോഴാണോ വിധിച്ചിട്ടുള്ളത് ഖൈറായ മരണം തരണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കുറച്ചു മുമ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സംസാരിച്ചു. നമസ്കാരത്തിൽ നമ്മളറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം, നിസ്കാരത്തിൻ്റെ A-Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ വീഡിയോയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതേ ഇവിടെ നോക്കിയാൽ എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.